മുകളിലെ പല്ല് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ മാത്രമല്ലേ ക്ലിപ്പ് ഇടുകയുള്ളൂ, താഴെ ഇടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ ഇതേപോലെ തന്നെയായിരുന്നു എന്റെയും സെയിം കേസ് ആയിരുന്നു. എനിക്ക് മുകളിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. നേരെ ആണ് ഫേസ് ഒട്ടോ, എന്റെ ഫേസ് ചെറുതാണ്, അപ്പോൾ ഒന്നുകൂടെ ഒട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈഷ്ണവി ചോദിച്ചിട്ടുണ്ട്. ഫേസ് ഒട്ടോ എന്ന് ചോദിച്ചാൽ വേദന ഉണ്ടാകുമോ കമ്പി ഇട്ടു കഴിഞ്ഞാൽ? കാവ്യ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പല്ലിൽ കമ്പി ഇടണമെന്നുണ്ട്, വായ നല്ലതുപോലെ പൊട്ടുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ, അതായത് Q&A വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കമന്റിന് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ അതായത് ഞാൻ കൂടുതലും പറയുന്നതെന്ന് വെച്ചാൽ ടീത്ത് ബ്രേസസിന്റെ വീഡിയോസിലൊക്കെ, അഥവാ പല്ലിൽ കമ്പി ഇടുന്ന അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസിൻ്റെ അകത്തൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കുറേ കമന്റ്സിനൊക്കെ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ അങ്ങനെ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് അപ്പോഴ് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കാൻ വന്നേക്കുന്നത്. അപ്പോഴേ ഞാൻ അതിൻ്റെ അകത്ത് കുറേ പേര് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോഴ് അതിന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ അതിൻ്റെ അകത്ത് മാക്സിമം കോമൺ ആയിട്ടുള്ളത് എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ആൻസർ തരാനാണ് കേട്ടോ. അതായത് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോഴെന്തായാലും ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണ ഇൻറ്റു 1234 എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും പറയാം. എന്റെ മുകളിലെ പല്ല് പൊന്തിയിട്ടുണ്ട്, അപ്പോൾ മുകളിൽ മാത്രമല്ലേ ക്ലിപ്പ് ഇടുകയുള്ളൂ, താഴെ ഇടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ ഇതേപോലെ തന്നെയായിരുന്നു എന്റെയും സെയിം കേസ് ആയിരുന്നു. എനിക്ക് മുകളിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, നേരെ തെറ്റി ഇരുന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് പല്ലിൽ കമ്പി ഇടുന്നതെന്ന്. എന്റെ പല്ല് നേരെ തെറ്റി, മുകളിൽ 1-2 പല്ല് നേരെ തെറ്റിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പല്ലിൽ കമ്പിട്ട്, വേറെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് താഴെ എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചാൽ പിന്നെ മുകളിൽ മാത്രം ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇടത്തില്ല, കാരണം നമുക്ക് പല്ലിൽ കമ്പി ഇടുമ്പം മുകളിലെ നേരെ ശരിയാവുമ്പോഴത്തേക്ക് താഴെ ഇട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് ഉള്ളിലോട്ട് കയറിയിട്ട് താഴത്തെ പല്ല് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതായത് മുകളിലെ ഭാഗത്തോട്ടും കയറിപ്പം താഴത്തെ പല്ല് പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഇത് വരും. നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും പല്ല് എന്തായാലും ഒതുക്കുമ്പം അതിന് ഈക്വലായിട്ട് തന്നെ ഈ പല്ലും ഒരിക്കലും നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ പല്ല് മുട്ടിച്ചങ്ങനെ നിൽക്കത്തില്ല. എന്തായാലും താഴത്തെ പല്ല് എല്ലാവർക്കും കുറച്ച് പുറകിലോട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മുകളിലും കമ്പി ഇടാറുണ്ട് കേട്ടോ. എനിക്ക് മുകളിലാണ് പ്രശ്നം, പക്ഷെ എനിക്ക് താഴെയും പല്ല് എടുത്തിട്ടാണ് എനിക്ക് താഴെയും കമ്പി ഇട്ടത്. അപ്പോഴും മുകളിലാണ് പ്രശ്നമെങ്കിലും താഴെയും പല്ലിൽ കമ്പി ഇടാറുണ്ട് കേട്ടോ. എന്നോട് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേ ഏകദേശം നിനക്ക് ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നന്ദന നന്ദൻ. എത്ര പല്ല് എടുത്തെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ 4 പല്ലാണ് കേട്ടോ എടുത്തത്. മുകളിൽ 2 താഴെ 2 പല്ല് എടുത്തിട്ടാണ് എനിക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പല്ലിന് ഗ്യാപ്പ് ഉള്ള പല്ലാണെങ്കിലാണ് കൂടുതലും പല്ലെടുക്കാത്ത കേസുള്ളൂ. എനിക്ക് ഒട്ടും ഗ്യാപ്പില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് പല്ലെടുത്തിട്ടാണ് ഇട്ടത്. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഞാൻ ഇന്ന് മുത്തൊട്ടിച്ചു, മുത്തൊന്ന് ഇളകിപ്പോയി, അത് പിന്നെയും ഒട്ടിച്ചുവിടുകയും ചോദിച്ചിട്ടുണ്ട്. ആര്യൻ നന്ദൻ ഇന്നൊരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുത്തൊട്ടിച്ചിട്ടുണ്ട്, മുത്ത് ഇളകിപ്പോയി ഒട്ടിച്ചുവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. മുത്തൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? നമ്മൾ കട്ടിയുള്ള ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് പല്ലിൽ മുത്ത് ഇളകി പോകാറുണ്ട്. അത് വീണ്ടും ഒട്ടിക്കാം കേട്ടോ. കാരണം എനിക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ കസിൻ ഇതുപോലെ ആളെൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇതുപോലെ പല്ലിൽ മുത്ത് ഇളകിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൺസൾട്ട് ചെയ്ത് ആദ്യം കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു എന്തിനാ ഇത് ഇളക്കുന്നതെന്നൊക്കെ. പക്ഷെ ആള് ഫുഡ് കഴിച്ചിടയ്ക്ക് എങ്ങനെ ഇളകിയൊക്കെ പോയത്. അങ്ങനെ പിന്നെ എന്തായാലും ഒട്ടിച്ച് കൊടുത്തു. പക്ഷെ മാക്സിമം ഇളക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, മുത്തൊട്ടിക്കാട്ടോ. നമുക്ക് രണ്ടാമത് ഇളകിപ്പോയാലും നമുക്ക് മുത്തൊട്ടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന വൈഷ്ണവിയാണ്. ഫേസ് ഒട്ടോ, എൻ്റെ ഫേസ് ചെറുതാണ്, അപ്പോൾ ഒന്നുകൂടെ ഒട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈഷ്ണവി ചോദിച്ചിട്ടുണ്ട്. ഫേസ് ഒട്ടോ എന്ന് ചോദിച്ചാൽ എടാ കൂടുതലും പല്ല് എടുത്തിട്ട് കമ്പി ഇടുന്നവർക്കാണെങ്കിൽ ഞാൻ കുറേ പേരുടെ കേസിൽ ഫേസ് ഒട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. പല്ല് എടുത്തിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ ഫേസ് നമ്മുടെ കവിൾ ഡീഭാഗം കൊണ്ട് ഒട്ടും. പക്ഷേ അത് എടുത്തതിന് ശേഷമുള്ള എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവർക്ക് അവരുടെ പഴയ കവിൾ തിരിച്ചിട്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് പല്ലിൽ കമ്പി ഇട്ടപ്പോഴത്തേക്ക് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം കുറച്ച് കവളുള്ള ഒരാളായിരുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഇപ്പോഴത്തെ വീഡിയോയിൽ കുറേ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല കവളുള്ള ഒരാളായിരുന്നു. സ്പീഡിൽ നടക്കുമ്പോൾ എല്ലാം തെറ്റിപ്പോണം, സ്വാഭാവികം. ഓക്കെ, അപ്പോഴ് കവൾ ഒട്ടിപ്പോയായിരുന്നു കേട്ടോ.
അങ്ങനെ ഉണ്ട്. പിന്നെ പഴയ കവിള് തിരിച്ചു വരുമെന്നും കുറേ പേര് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കവിള് വന്നവരുണ്ട്. പിന്നെ കവിളൊട്ടും. പിന്നെ അതുപോലെ തന്നെ പല്ലെടുക്കാതെ കമ്പി ഇട്ടാൽ എനിക്ക് തോന്നുന്നു അത്രയും കവിളൊട്ടത്തില്ലെന്ന്. കാരണം എനിക്കറിയാവുന്ന രണ്ടുപേരുടെ കേസസിൽ നിന്നും ഒരുപാട് കവിളൊട്ടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അടുത്തത്, ചേച്ചി തലവേദന ഉണ്ടാകുമോ കമ്പി ഇട്ടു കഴിഞ്ഞാൽ? കാവ്യ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. തലവേദന ഉണ്ടാകുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് പല്ലെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര തലവേദനയാണ്, സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കമ്പി ഇട്ട് കഴിഞ്ഞാൽ തലവേദന ആവുന്നു, ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു പല്ലിൽ കമ്പി ഇട്ടിട്ട് ഇപ്പോൾ ഒരു 8 മാസം ആവുന്നുണ്ട്. ഇത്രയും നാൾക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. അതായത് ഇനി ഓരോരുത്തർക്കും ഓരോ രീതിയാണോ അങ്ങനെ അറിയത്തില്ല. അതുപോലെ എൻ്റെ കസിൻ ഇട്ടിട്ടുണ്ടെന്ന്, പിന്നെ എൻ്റെ ഫ്രണ്ട് വേറെ 2-3 ഇട്ടിട്ടുണ്ട്. അവർക്കൊന്നും തലവേദന എടുത്ത് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. പല്ലെടുക്കുമ്പോഴത്തേക്ക് തലവേദന വരുമെന്ന് പറഞ്ഞേക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ തലവേദനയൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ഇതേവരെ എനിക്ക് അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ചെയ്തിട്ട് തലവേദന ഒന്നും എടുത്തില്ല, പക്ഷെ പല്ലുവേദന നന്നായിട്ടുണ്ടായിരുന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആര്യൻ, നമ്മൾ നേരത്തെ കണ്ട അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ആര്യൻ തന്നെ, ഏത് പല്ലാണ് പറിച്ച് ക്ലിപ്പ് ഇടുമ്പോൾ പ്ലീസ് റിപ്ലൈ. എനിക്ക് പല്ലിൽ കമ്പി ഇടാൻ നേരം എനിക്ക് എടുത്ത പല്ല് ഏതാന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, 4. ഓക്കെ, പുറകിൽ ഇത് 4ാമത്തെ പല്ല്, അതായത് പുറകിലെ അണപ്പല്ലിൽ നിന്ന് 4ാമത്തെ പല്ലാണ് എനിക്ക് എടുത്തത്. ഇവിടെ സെയിം അതെ, മുകളിലും അതെ, ഇവിടെ അതെ. പുറകിൽ നിന്ന് 4ാമത്തെ പല്ലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മൊത്തത്തിൽ 4 പല്ല് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ, റൈസ് കഴിക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്രോ PTO അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. റൈസ് കഴിക്കാൻ പറ്റില്ലേന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ റൈസ് കഴിക്കാൻ പറ്റും. കാരണം റൈസ് സോഫ്റ്റ് അല്ലേ, അപ്പോൾ കഴിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. റൈസൊക്കെ ഫുഡൊന്നും കഴിക്കുന്നതിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞില്ല, കട്ടിയുള്ള ഫുഡൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വാരി കഴിക്കരുത്. ഓക്കെ, റൈസ് കഴിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രിയയാണ്. ചേച്ചി, എനിക്കും പല്ലിൽ കമ്പി ഇടണമെന്നുണ്ട്, വായ നല്ലതുപോലെ പൊട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേടാ, അപ്പോഴും വായ പൊട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആദ്യമായിട്ട് പല്ലിൽ ബ്രാക്കറ്റ്സ് അഥവാ മുത്തൊട്ടിക്കുമ്പോഴത്തേക്ക് ഒരഞ്ഞൊരഞ്ഞ് മുത്ത് കൊണ്ടിട്ടിങ്ങനെ ഒരഞ്ഞിട്ട് ചുണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കമ്പി ഇങ്ങനെ അറ്റത്തിങ്ങനെ തട്ടിയിട്ട് കവിള് മുറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മോളാർ റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് പല്ലിൽ കമ്പി ഇടുമ്പോഴത്തേക്ക് മനസ്സിലാവും. മോളാർ റിംഗ് തട്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ, അപ്പോൾ നമ്മൾ കവിളിലൊക്കെ തട്ടിയിട്ട് അങ്ങനെ ചാൻസ് ഉണ്ട് കേട്ടോ. കവിളൊക്കെ പൊട്ടാനും മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കമ്പി, പ്രിയ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, കമ്പി എടുക്കുന്നത് വരെ വായ പൊട്ടുമെന്ന്. എടാ, കമ്പി എടുക്കുന്നത് വരെ വായ പൊട്ടുമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വായ പൊട്ടുന്ന എപ്പോഴാന്ന് വെച്ചാൽ ആദ്യം തുടക്കത്തിൽ നമ്മൾ ഈ കമ്പിയായിട്ടും അതുപോലെ നമ്മൾ ഈ മോളാർ റിങ്ങുമായിട്ടും അതുപോലെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ്സ് അഥവാ ഈ മുത്തുകളുമായിട്ട് നമ്മൾ വായ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. കാരണം ഞാൻ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കവിളിൽ കമ്പി തട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രാക്കറ്റ്സ് ചുണ്ടിൽ ഒരയുന്നുണ്ട്, മോളാർ റിങ് അമുങ്ങുന്നുണ്ട്, അതായത് പല്ലിൽ മോണലൊക്കെ അമുങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് പുതിയതായിട്ട് വേറെ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ആ വന്നതൊക്കെ തന്നെയായിരുന്നു കേട്ടോ, വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ പല്ല് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് വേദനകളുണ്ടാകും. വേദനകൾ വെച്ചാൽ അത് മുറിവുണ്ടായിട്ട് വരുന്ന വേദനയല്ല, ടൈറ്റ് ചെയ്യുമ്പോഴുള്ള വേദന, പല്ല് നീങ്ങുന്നതിൻ്റെ വേദനയുള്ളൂ. അല്ലാതെ പല്ലിൽ കമ്പി എടുക്കുന്നത് വരെ മുറിയൊക്കെ ചെയ്യും, പക്ഷേ എന്നാലും നമ്മൾ ഓക്കെ ആയിരിക്കും അതിന്. ഓക്കെ, അപ്പോഴ് ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ മാക്സിമം ആൻസർ തരാൻ വിചാരിച്ചിട്ടുണ്ട്, അത് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് കുറേ കമൻസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചിലതിനൊക്കെ റിപ്ലൈ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ കുറേയൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈവിൽ പോകുമ്പോഴത്തേക്കാണെങ്കിലും വീഡിയോയിൽ ഇതുപോലെ കമൻസ് ആണെങ്കിലും കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഞാൻ അവരോട് പറ്റുന്നത് അപ്പോഴപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കും, വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ട് കൊടുക്കും. അല്ലാത്തതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് കമൻസ് വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇനിയുണ്ട് കുറേ കമൻസിന് ഇനി റിപ്ലൈ തരാനുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കമൻസിന് ഞാൻ ആൻസർ ചെയ്തത് കേട്ടോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം. ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ എനിക്കൊന്ന് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്തേക്കാം. പിന്നെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.